കാലിക്കറ്റ് എയർപോർട്ടിൽ അത് വേണ്ട നാട്ടുകാരുടെ രീതിയിൽ പറയാം. മലപ്പുറം ജില്ലയിലെ കരിപ്പൂരി എയർപോർട്ടിൽ വിമാനങ്ങൾ താഴുന്നതും പൊന്തുന്നതും ലാൻഡിങ്ങും ടേക്ക് ഓഫും കാണാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇട്ടത്. ഈ സ്ഥലത്തെക്കുറിച്ച് പുറമേയുള്ള ആൾക്കാർക്ക് അത്ര കണ്ട് പരിചയമില്ല. ഇവിടെ വന്നാൽ അടിപൊളിയായിട്ട് എല്ലാ വിമാനങ്ങളും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് താഴുന്നതും പൊന്തുന്നതും എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഹെലികോപ്റ്ററൊക്കെ ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പൊതുവെ ആൾക്കാർക്ക് അത്രങ്ങോട്ട് അറിയില്ല. പൊതുവെ ആൾക്കാരെന്നാണ് ഈ എയർപോർട്ടിലെ വിമാനങ്ങൾ താഴുന്നതും പൊന്തുന്നതൊക്കെ കാണാൻ വരുന്നത്. ഈ എയർപോർട്ടിൻ്റെ റൺവേയുടെ രണ്ട് ഭാഗത്ത് രണ്ട് റോഡ് കടന്നു പോകുന്നുണ്ട്. ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടാണ് ഇപ്പം എന്താണ് ഈ എയർപോർട്ടിൻ്റെ റൺവേ നീളം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആ രണ്ട് സ്ഥലങ്ങൾ ഏകദേശം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച സ്ഥലത്തോട്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന വഴിയിലൂടെ അങ്ങ് വന്നാൽ മതി. ഇത് EMA കോളേജാണ്. ഈ കോളേജിൻ്റെ മുന്നിലൂടെ ഇതോ റോഡ് കടന്നു പോകുന്നു. ഈ റോഡിലൂടെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോന്നാൽ ഞാനിപ്പോൾ എങ്ങനെ സൂം ചെയ്യുമ്പോൾ അവിടെ ഒരു മതിൽ കാണുന്നില്ലേ? ഈ ഒരു മതിലിൻ്റെ സൈഡിലൂടെ ഒരു റോഡ് ഇതാ കടന്നു പോകുന്നു. ആ റോഡിലൂടെ ഏകദേശം 200 മീറ്റർ അങ്ങ് മുന്നോട്ട് പോയാൽ നമ്മൾ ഇവിടെ എത്തും. ഇത് EMA കോളേജിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. ഇവിടെ വന്ന് നിന്നാലും നമുക്ക് എന്താണ് അടിപൊളിയായിട്ട് ഇതുപോലെ അങ്ങ് എയർപോർട്ട് കാണാം. എയർപോർട്ടിൽ ഇപ്പോൾ 2-3 വിമാനങ്ങൾ കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് വരുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങളെന്താണ് ഈ ഒരു കുളത്തിൻ്റെ ഈ ഒരു എഡ്ജിൽ നിന്ന് വന്നിട്ട് ഒന്നും കാണാൻ ശ്രമിക്കരുത്. ഇവിടെ ഒരുപാട് വിശാലമായ സ്ഥലമാണ്. കുറച്ചങ്ങോട്ട് ബാക്കോട്ട് നിൽക്കുക. അവിടെ ഒരാൾ ചൂണ്ടിടുന്നു, കണ്ടില്ലേ? ഇവിടെ മതിലോ വെയിലോ അങ്ങനെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒന്നുമില്ല. അപ്പോൾ കുറച്ചുകൊണ്ട് ബാക്കോട്ട് നിൽക്കുക. നല്ല സ്പേസ് ഉണ്ട്. അവിടെ വന്ന് നിന്നാലും നിങ്ങൾക്ക് എന്താണ് അടിപൊളിയായിട്ട് വിമാനങ്ങളൊക്കെ ഇതേപോലെ പൊന്തി പോകുന്നതും താഴുന്നതും ഒക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, ഇതിലൂടെ ഈ രണ്ടാമത്തെ സ്ഥലത്തോട്ട് പോകാൻ വഴിയുണ്ട്. അതായത് ഈ റോഡിൻ്റെ ഈ റോഡ് ഇതിലൂടെ അങ്ങനെ പോകുന്നില്ലേ? ഈ റോഡിലൂടെ തന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോവുക. ഒരു 10-200 മീറ്റർ മുന്നോട്ട് പോയാൽ നമ്മൾ ഇവിടെ എത്തും. ഞാൻ സൂം ചെയ്ത വഴിയാണ് നമ്മൾ വന്ന വഴി. ഇനി നമുക്ക് തിരിച്ചു പോകേണ്ടത് ഇതിലൂടെ വന്നാലും നമുക്ക് ഇവിടെ എത്താം. ഒരു ദാർപ്പായ കണ്ടില്ലേ? അതിലൂടെ നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് പോകട്ടോ. നമ്മളെത്തി. ഇവിടെ ചെറിയൊരു മുന്നറിയിപ്പ് ബോർഡ് ഉണ്ട് കേട്ടോ. ആ ബോർഡൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, കണ്ടില്ലേ? ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മുന്നറിയിപ്പ് ബോർഡാണ്. ഇതിലൂടെ അങ്ങോട്ട് പോയാൽ 2-3 പേര് നിൽക്കുന്നില്ലേ? അവിടെ അങ്ങ് നിന്നാൽ നമുക്ക് ഇതുപോലെ അങ്ങ് എയർപോർട്ടിൽ നല്ല വളരെ വ്യക്തമായിട്ട് അടുത്ത് നിന്ന് കാണാം, കണ്ടില്ലേ? ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഈ സമയത്ത് വന്നിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പം നിറയെ ആളുണ്ടാവും. ഇതിപ്പോൾ ഉച്ച സമയമാണ്. ഇവിടെ വന്നാൽ ഇങ്ങനെ ആദ്യം മനോഹരമായിട്ട് എയർപോർട്ട് കാണാം. ഇനി ഞാൻ തുരങ്കത്തെക്കുറിച്ച് പറയാം. ഞാൻ ഈ ഒരു എയർപോർട്ടിൽ തുരങ്കം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് സത്യം കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ആ തുരങ്കം വഴിയായിരുന്നു ഞാൻ സ്കൂളിലോട്ടൊക്കെ പോരുന്നത്. ഞാനൊന്നല്ല, എൻ്റെ നാട്ടിലത്തെ ഒട്ടുമിക്ക പേരൊക്കെ അതുവഴിയായിരുന്നു സ്കൂളിലോട്ട് പോരുന്നത്. അത് ശരിക്കും നടക്കാനുള്ളൊരു പാത അല്ല കേട്ടോ. അതെന്താണ് ഈ ഒരു എയർപോർട്ടിൻ്റെ അപ്പുറം സൈഡിൽ ഒരു പാടമുണ്ട്. ആ പാടത്തെ വെള്ളം ഈ റൺവേയുടെ ഇപ്പുറം സൈഡിലേക്ക് ഒഴുക്കാനുള്ളൊരു വഴിയാണ്. പക്ഷെ അന്ന് നമ്മളെന്താണ് അതൊരു സ്കൂളിലോട്ട് പോകാനുള്ളൊരു വഴിയായിട്ട് സ്വീകരിച്ചു. അന്ന് അത്ര സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല. ശരിക്കും തുരങ്കം എന്താണ് ഫുൾ ഇരുട്ടാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ 20-22 വർഷം മുന്നത്തെ കാര്യം കേട്ടോ. ഫുൾ ഇരുട്ടാണ്. ഒരാളെ ഹൈറ്റ് ഉണ്ടാവും, ഏകദേശം ഒരു 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും, ഒരു 2 മീറ്റർ വീതി ഉണ്ടാവും. ഫുൾ ഇരുട്ടാണ്. ഫുൾ ഇരുട്ടാണ്. ചൂട്ടും കത്തിച്ചിട്ടാണ് നമ്മൾ അതിലൂടെ പോവുക. വെള്ളമൊക്കെ ഒഴുകി വരും, പാമ്പൊക്കെ ഒഴുകി വരും. അത്ര ഡേഞ്ചർ ആയിട്ടുള്ള തുരങ്കമാണത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല മനോഹരമായിട്ട് എയർപോർട്ട് നിങ്ങളെ കാണാം. ഇനി നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന വഴി ഇത്. ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് ഇതുവഴിയാണ്. ഈ ദർപ്പായ കാണുന്നില്ലേ? അതുവഴിയാണ്. അതുവഴി പോകുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ വഴി കണ്ടില്ലേ? നിങ്ങളെന്താണ് ഈ ഒരു വഴിയിലൂടെ വരികയാണെങ്കിൽ തന്നെ ഈ വഴി എന്നല്ല, ആ വഴിയൊക്കെ എന്താണ് നിങ്ങൾ എയർപോർട്ട് കാണാൻ വരുമ്പം 4 വീല് വാഹനങ്ങളായിട്ട് വരികയാണെങ്കിൽ എന്താണ് ഇതിലൂടെ വാഹനങ്ങൾ കൊണ്ടുവരുത് കേട്ടോ. അവിടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട്. നിങ്ങളെന്താണ് ഈ റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ നല്ല ഒതുക്കി പാർക്ക് ചെയ്യുക, എന്നിട്ട് വരിക. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടത് അത് EMA കോളേജ്, തുടക്കത്തിൽ കാണിച്ച ആ കോളേജ് ഉണ്ടല്ലോ, ആ കോളേജിൻ്റെ ഗ്രൗണ്ടാണ്. ഉണ്ടല്ലേ? ഇവിടെ നയാര ഒരു പമ്പുണ്ട്. ഈ ഒരു പമ്പിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് നമ്മൾ വന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത്, ഉണ്ടല്ലേ? അപ്പം അങ്ങോട്ട് വരുന്നവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. സൈഡൊക്കെ നല്ലോണം ഇടിയുന്നുണ്ട്. അപ്പം കുറച്ച് ബാക്ക് നിന്നിട്ട്